അറിഞ്ഞില്ലേ, മെസ്സി ഈസ് കമ്മിങ്. അത് പക്ഷെ കൊച്ചിയിലേക്കല്ല, കൊൽക്കത്തയിലും മുംബൈയിലും ഡൽഹിയിലുമാണ് ഡിസംബർ 13, 14, 15 തീയതികളിലായി മെസ്സി എത്തുന്നത്. 14 വർഷത്തിന് ശേഷം എത്തുന്ന മെസ്സിയെ സ്വീകരിക്കാൻ ലക്ഷങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊരു നീക്കം നടക്കുന്നത് മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം പരമാവധി ചിത്രീകരിക്കാനും പറ്റുമെങ്കിൽ പ്രത്യേക ഇന്റർവ്യൂ തന്നെ തരപ്പെടുത്താനും മലയാളം വാർത്താ ചാനലുകൾ ശ്രമിക്കുന്നു എന്നതാണ്. ഇതിനായി ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, ന്യൂസ് 18, മനോരമ, മാതൃഭൂമി തുടങ്ങിയ ചാനലുകളാണ് ശ്രമം തുടങ്ങിയിരിക്കുന്നത്. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനലിന് സാധിക്കാത്തത് സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ പോലും തങ്ങൾക്ക് കഴിയണമെന്ന വാശിയിലാണ് ഈ മലയാളം ചാനലുകൾ ഉള്ളത്. മെസ്സിയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പരമാവധി സംഘടിപ്പിച്ച് പ്രേക്ഷകരിൽ എത്തിക്കുക തന്നെയാണ് ലക്ഷ്യം. മെസ്സിയെ കാണാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 10,000-കണക്കിന് മലയാളികളാണ് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും കൊൽക്കത്തയിലേക്കുമൊക്കെ എത്താൻ പോകുന്നത്. ഇവിടെയൊക്കെ പര്യടനം നടത്തി ഇനി മെസ്സി അടുത്ത മാർച്ചിൽ കേരളത്തിൽ എത്തിയാൽ പോലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പോൺസറുടെ ഭാഗത്ത് കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും മെസ്സി കേരളത്തിൽ വരാതിരിക്കുന്നതിൽ ചെറിയൊരു പങ്ക് ഇവിടുത്തെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും വഹിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. റിപ്പോർട്ടർ ചാനലിലെ മെസ്സിയുടെ വരവോടെ വേറെ ലെവലിലെത്തുമെന്ന് ഭയന്നിരുന്ന പ്രധാന ചാനലുകൾക്കെല്ലാം മെസ്സി വരാനുള്ള സാധ്യത മങ്ങിയതാണ് ഇപ്പോൾ ആഘോഷമായിരിക്കുന്നത്.